ഗുഡ് മോർണിംഗ്. ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തന്നെ നല്ല തകർപ്പൻ മഴയാണ്. അതുകൊണ്ട് തന്നെ 2-3 ദിവസമായിട്ട് ഞാൻ ഒന്ന് റെസ്റ്റിലായിരുന്നു. നല്ല രീതിയിൽ ശ്വാസം മുട്ടലുമൊക്കെ കൂടി കാൽസ്യമൊക്കെ കുറഞ്ഞ് അത്യാവശ്യം ഹെൽത്തൊക്കെ നല്ല കുളമായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ രാത്രിയിലൊക്കെ ഹോസ്പിറ്റലിലൊക്കെ പോകേണ്ടി വന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതേ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാൻ തുടങ്ങിയത്. അതുകൊണ്ടാണ് 2-3 ദിവസം വീഡിയോ ഇടാതിരുന്നതും. അത് കഴിഞ്ഞിട്ട് നമുക്കിന്ന് പണിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കാപ്പിയും വെള്ളമൊക്കെ രാവിലെ കൊടുക്കണം. ഞാൻ അവർക്കുള്ള കാപ്പി ഒരു ഫ്ലാസ്കിലാക്കി വെക്കുകയാണ്. പിന്നെ ഞങ്ങൾക്കുള്ള കാപ്പിയും കൂടെ മറ്റൊരു ഫ്ലാസ്കിലേക്ക് മാറ്റി വെച്ചിട്ട് അവർക്ക് കുടിക്കാനുള്ള വെള്ളവും കൂടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം കൊച്ചച്ഛൻ 2 ദിവസത്തേനും ഇവിടെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ട് ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ അതുകൊണ്ട് കൊച്ചച്ഛനെല്ലാം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ വെള്ളമൊക്കെ കുടിച്ചു. ചൂടുവെള്ളം കുടിച്ചാണ് ഞാനൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കാപ്പിയും ഞാനൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ചപ്പാത്തിയാണ് രാവിലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ചപ്പാത്തി കുഴച്ച് വെച്ചു. കറിക്ക് വേണ്ടിയിട്ട് തക്കാളിയും കിഴങ്ങുമൊക്കെ എടുത്തിട്ട് ഒരു തട്ടിക്കൂട്ട് കറി റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കിഴങ്ങ് ഞാൻ വേകാനായിട്ട് മഞ്ഞളും ഉപ്പും ഇട്ട് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ ചപ്പാത്തി ഞങ്ങൾ പരത്തുകയാണ്. പിള്ളേർ എഴുന്നേറ്റിട്ടില്ല. ആ പിള്ളേർ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ പണികളൊക്കെ തീർക്കണം. അമ്മ രാവിലെ ചോറൊക്കെ വെച്ചൊരു തീയലും വെച്ചിട്ട് ഇന്ന് ജോലിക്ക് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ചപ്പാത്തിയുടെ കറി റെഡിയാക്കുവാണ്. കുറച്ച് എണ്ണ ഒഴിച്ച് പെരുംജീരകം ഇട്ട് പൊട്ടിച്ചിട്ട് സവോളയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് ഉപ്പും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. കറിവേപ്പില ഇടാൻ ഞാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തിരക്കിനിടയ്ക്ക് അങ്ങനെ ഇപ്പുറത്തെ അടുപ്പിൽ ചപ്പാത്തിയും റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പുറത്ത് നമ്മുടെ സവോളയൊക്കെ ഒന്ന് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ കിഴങ്ങ് ഉപ്പും മഞ്ഞളും ഇട്ട് ഓൾറെഡി വെന്ത് മാറ്റി വെച്ചേക്കുന്നതാണ് ആ മഞ്ഞ കളറിൽ നിങ്ങൾ കാണുന്നത്. എന്നിട്ട് ആ ഒരു സവോളയൊക്കെ വഴണ്ട് റെഡിയായപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം തക്കാളി അരിഞ്ഞ് വെച്ചതും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ തക്കാളി പെട്ടെന്ന് വഴണ്ട് കിട്ടാനും നമ്മുടെ പൊടി കരിയാതിരിക്കാനും കുറച്ച് വെള്ളം കൂടെ ഞാൻ അതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഒരു ശകലം വെള്ളം. ഇത് ആനീസ് കിച്ചണിൽ കണ്ടതാട്ടോ. ഈ ടിപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് ഞാനതിപ്പോൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊന്ന് വേഗം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. തക്കാളി ഒന്ന് റെഡിയായി കിട്ടാൻ. അത് തക്കാളി റെഡിയായപ്പം കിഴങ്ങ് കൂടിയിട്ട് നമ്മുടെ കറി റെഡിയാക്കിയിട്ടുണ്ട്. ഈ സമയത്ത് മോൾ എഴുന്നേറ്റിട്ടുണ്ട്. അവളുടെ ഒച്ച കേട്ട് ഞാൻ ഓടി വന്നതാണ്. പക്ഷെ ഞാൻ ഓടി വന്ന് എടുത്തില്ല. ഞാൻ കൊച്ചച്ഛനോട് പറഞ്ഞു എടുക്കാനായിട്ട്. മോൻ എഴുന്നേറ്റിട്ടുമില്ല. കാരണം ഞാൻ എടുത്താൽ പിന്നെ ഭയങ്കര നിർബന്ധമായിരിക്കും. അപ്പോൾ കുറച്ച് നേരം അവൾ അടങ്ങിയിരിക്കുന്ന സമയത്ത് ഞാൻ അവർക്ക് ഫുഡെല്ലാം എടുത്ത് കൊണ്ട് വെച്ചു. പിന്നെ അവളെ ഒന്ന് മാനേജ് ചെയ്തിട്ട് ഞാനും ഫുഡൊക്കെ കഴിച്ചു. ഈ സമയത്ത് പാൽക്കാപ്പിയും കൂടെ റെഡിയാക്കിയിട്ട് ഫുഡ് കഴിച്ചു. പെട്ടെന്നാണ് ജനലൊക്കെ തുറന്നിട്ടിട്ട് എനിക്ക് നല്ല ശ്വാസം മുട്ടലൊക്കെ ആയിട്ടുണ്ട്. കാരണം കറണ്ട് ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വെട്ടം കയറാൻ ജനൽ തുറന്നിട്ടാണ്. അപ്പോൾ എനിക്ക് ശ്വാസം മുട്ടൽ വന്നിട്ട് ഞാൻ കുറച്ച് നേരം പുതച്ചിരുന്നു. പിന്നെ പുതപ്പൊക്കെ മാറ്റിയിട്ട് വീണ്ടും പണിയിലേക്ക് കയറി. ബീൻസ് മെഴുക്കുവരട്ടി വെച്ചു. പിന്നെ നമ്മൾ കറി വെക്കാനായിട്ട് മാമ്പഴം ഉപ്പിലിട്ടതാണ്. മാമ്പഴം അങ്ങനെ ഉപ്പിലിട്ട് വെച്ചത് കറി വെക്കാൻ എടുത്തപ്പോഴത്തേനും വീണ്ടും അവൾ എഴുന്നേറ്റ് അലമ്പ് തുടങ്ങി. പിന്നെ ഞാൻ അവളെ വീണ്ടും മാനേജ് ചെയ്ത് വന്നിട്ട് മാമ്പഴമൊക്കെ വേകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് അരപ്പ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുമൊക്കെ ചേർത്ത് കുറച്ച് കടുകുമൊക്കെ താളിച്ച് ചേർക്കാമെന്ന് വിചാരിച്ചു. കാരണം പണിക്കാരൊക്കെ ഫുഡ് കഴിക്കാൻ വരാറായിട്ടുണ്ട്. സമയം 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ മഴ മാറി നിൽക്കുന്ന സമയം നോക്കി വേഗം വന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ കുറച്ചപ്പുറത്തായിട്ടാണ് വീട് പണിയുന്നത്. തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടേക്ക് അവർക്ക് പോകേണ്ടതുകൊണ്ട് അവർ പെട്ടെന്ന് വന്ന് മഴ മാറുമ്പോൾ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടങ്ങ് പോകും. അങ്ങനെ ഞാൻ കറിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേനും എന്താണ് അവർ ഫുഡ് കഴിക്കാൻ വന്നു. അവർക്ക് ഫുഡ് കൊടുത്തു. പിന്നെ കൊച്ചച്ഛനും ഒക്കെ ഫുഡ് കൊടുത്തിട്ട് ഞാനും മോനും ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.